കയ്പമംഗലം മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ വത്സരാജാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമുക്കറിയാം, അദ്ദേഹം CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ കുറേ വർഷത്തെ പരിചയ സമ്പത്തുണ്ട് പൊതുപ്രവർത്തന രംഗത്ത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ആദ്യമായിട്ടാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. എന്താണ് ഈ നിമിഷത്തിൽ? വളരെ ആവേശപൂർവ്വമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക്. ഒരാഴ്ചക്കാലം ഞാൻ കയ്പമംഗലം മണ്ഡലത്തിൻ്റെ വിവിധ പഞ്ചായത്തുകളിലും ഏഹ്, വിവിധ സ്ഥലങ്ങളിലും പോവുകയുണ്ടായി. ധാരാളം ആളുകളായിട്ട് കാണുകയുണ്ടായി. അവരൊക്കെ വലിയ തോതിലുള്ള പിന്തുണയാണ് അർപ്പിച്ചിട്ടുള്ളത്. കയ്പമംഗലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളരെ ശക്തമായ ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ LDF ഉണ്ടാകും കയ്പമംഗലത്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഒരുപാട് വർഷത്തെ പരിചയ സമ്പത്തുണ്ട് പൊതുപ്രവർത്തന രംഗത്ത്. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു പ്രവർത്തനവും കാര്യങ്ങളും? ഞാൻ ഒരു 28 വർഷമായിട്ട് ജില്ലാ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന കേഡറാണ്. 17 വർഷക്കാലം ജില്ലാ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ 11 കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളും സഞ്ചരിക്കാനും വിവിധങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടാനും അതുപോലെ തന്നെ വിവിധ നേതാക്കന്മാരെയും പ്രവർത്തകരെയും വിവിധ സമൂഹങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പൊതുജീവിതത്തിൽ വലിയ ഒരു അനുഭവ സമ്പത്താണ്. തീർച്ചയായിട്ടും ഈ രംഗത്ത് വരുമ്പോൾ അതൊക്കെ എനിക്ക് വലിയ സഹായമാവും. കയ്പമംഗലം ഇപ്പോൾ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആ ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് ഒരു വിജയം, വലിയൊരു വിജയം കരസ്ഥമാക്കാൻ സാധിക്കില്ലേ? വലിയ വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ഒരു വോട്ടറായിട്ടുള്ള സഖാവ് പറഞ്ഞത് 35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ താങ്കൾ ജയിക്കുന്ന പറഞ്ഞത്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ മുൻഗാമികളായിട്ടുള്ള സഖാവ് ET ടൈസൺ മാഷും സഖാവ് VS സുനിൽകുമാറൊക്കെ നല്ലതുപോലെ മണ്ഡലം നഴ്സ് ചെയ്യപ്പെട്ട MLA മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തന അനുഭവമുള്ള വോട്ടർമാരെ LDFന് നല്ല ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ ആവേശമായിട്ടുള്ള പ്രചരണം നടക്കുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യം? ഇവിടെയും നല്ല രീതിയിലുള്ള ആവേശകരമായ അനുഭവമാണുള്ളത്. ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയം ഇലക്ഷനുള്ളൂ എന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് ആളുകൾ എല്ലാ പ്രചരണ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു. കമ്മിറ്റികളൊക്കെ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലം കൺവെൻഷൻ 23-ാം തീയതി കഴിയുന്നതോടുകൂടി ബൂത്ത് തലം മുതൽ എല്ലാ നിലവാരത്തിലുള്ള ഇലക്ഷൻ കമ്മിറ്റികളും നല്ല രീതിയിൽ വർക്ക് ചെയ്യും.